കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. IC ചിപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകങ്ങൾ സിലിക്കണും ജർമേനിയവും. IC ചിപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകങ്ങളാണ് സിലിക്കണും ജർമേനിയവും. അടുത്ത ചോദ്യം, ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ കമ്പനി ഗൂഗിളാണ്. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ കമ്പനി അത് ഗൂഗിൾ കമ്പനിയാണ്. അടുത്ത ചോദ്യമാണ്, ഒരു പ്രിൻ്ററിൻ്റെ ഗുണമേന്മ കണക്കാക്കുന്ന ഘടകം ഡോട്ട്സ് പെർ ഇഞ്ച്. ഒരു പ്രിൻ്ററിൻ്റെ ഗുണമേന്മ കണക്കാക്കുന്ന ഘടകമാണ് ഡോട്ട്സ് പെർ ഇഞ്ച്. ഒരു പ്രിൻ്ററിൻ്റെ ഗുണമേന്മ കണക്കാക്കുന്ന ഘടകം അതാണ് ഡോട്ട്സ് പെർ ഇഞ്ച്. അടുത്ത ചോദ്യം, റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നത് എന്തെന്നാണ്? ഫേംവെയർ എന്നാണ് അറിയപ്പെടുന്നത്. റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നത് ഫേംവെയർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നത് ഫേംവെയർ. അടുത്ത ചോദ്യം, സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നവർ അറിയപ്പെടുന്ന പേര് പ്രോഗ്രാമറുകൾ എന്നാണ് അറിയപ്പെടുന്നത്. സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നവർ അറിയപ്പെടുന്നത് പ്രോഗ്രാമർ. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടർ ഓൺ ആകുമ്പോൾ ആദ്യം നടക്കുന്ന പ്രവർത്തനം പോസ്റ്റ്, പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. കമ്പ്യൂട്ടർ ഓൺ ആകുമ്പോൾ ആദ്യം നടക്കുന്ന പ്രവർത്തനമാണ് പോസ്റ്റ് അല്ലെങ്കിൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. അടുത്ത ചോദ്യം, ഇൻപുട്ടിലൂടെ നൽകുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടറിന് അനുയോജ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന പ്രക്രിയ എങ്ങനെ അറിയപ്പെടുന്നു? ഇൻപുട്ടിലൂടെ നൽകുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടറിന് അനുയോജ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? അതിനെ പ്രോസസ്സിംഗ് എന്ന് അറിയപ്പെടുന്നു. ഒന്നുകൂടി ഇത്രയും ചോദ്യങ്ങൾ നോക്കാം. IC ചിപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകങ്ങളാണ് സിലിക്കണും ജർമേനിയവും. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ കമ്പനിയാണ് ഗൂഗിൾ. ഒരു പ്രിൻ്ററിൻ്റെ ഗുണമേന്മ കണക്കാക്കുന്ന ഘടകമാണ് ഡോട്ട്സ് പെർ ഇഞ്ച്. റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നത് ഫേംവെയറുകൾ. സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നവർ അറിയപ്പെടുന്ന പേര് പ്രോഗ്രാമർ. കമ്പ്യൂട്ടർ ഓൺ ആകുമ്പോൾ ആദ്യം നടക്കുന്ന പ്രവർത്തനമാണ് പോസ്റ്റ് അല്ലെങ്കിൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. ഇൻപുട്ടിലൂടെ നടക്കുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടറിന് അനുയോജ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന പ്രക്രിയ അതാണ് പ്രോസസ്സിംഗ് എന്ന് അറിയപ്പെടുന്നത്.